ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് മികച്ച അഭിപ്രായം നേടുന്നത് മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് പ്രകമ്പനം. ചിത്രത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയ 10ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. സാഗർ, സൂര്യ, ഗണപതി, അല്ലമീൻ, മല്ലിക സുകുമാരൻ, അസീസ് നെടുമങ്ങാടി എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 9 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 7,38,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 10ാം ദിവസം എന്ന ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 8,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 11.5-12 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. എബ്രഹാം ഓസ്ലർ എന്ന വിജയ സിനിമയ്ക്ക് ശേഷം ജയറാമിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ആശകൾ 1000 എന്ന സിനിമയിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജി പ്രജിത്ത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കാളിദാസ് ജയറാം, ഇഷാനി കൃഷ്ണ, ആശ ശരത്ത്, ഷറഫുദ്ദീൻ, ആനന്ദ് മന്മഥൻ, രമേഷ് പിഷാരടി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 82 ലക്ഷം രൂപയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് 1,36,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് 2 ദിവസം കൊണ്ട് 16 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ 10 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 4 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 2 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 1,66,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $33,450, അതായത് 30,30,000 രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് 1,96,00,000 രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത്. ഇനി 3ാം ദിവസം എന്ന ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1 കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 2,40,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,50,00,000 റേഞ്ചിലുമാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജനുവരി 30 തിരുവനന്തപുരത്ത് മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ചിത്രത്തിൽ ബിജു മേനോൻ, ജോജു ജോർജ്, ലെന, ലിയോണ ലിഷോയ്, ഷാജു ശ്രീധർ, നിരഞ്ജന അനൂപ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് കേരളത്തിൽ 5,25,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 5,50,00,000 സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 7,50,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഫെബ്രുവരി 5 വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ആശാൻ. പോൾ ജോർജ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, അബിൻ ബിനോ, ജിയോമോൻ ജ്യോതിർ, മദൻ ഗൗരി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. സിനിമ വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 69 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ 1 കോടിക്കടുത്ത് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,50,00,000 റേഞ്ചിലുമാണ്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാറാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത അനോമി എന്ന സിനിമ തിയേറ്ററിലെത്തിയത് ഫെബ്രുവരി 6 ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 52 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 3ാം ദിവസം എന്ന ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 45-50 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 1 കോടിക്ക് മുകളിലാണ് ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,30,00,000 റേഞ്ചിലാണ്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് ചത്താപ്പച്ച. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, മമ്മൂട്ടി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 17 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 17,22,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 18ാം ദിവസമായ ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 17,30,00,000 റേഞ്ചിൽ എത്തിച്ചേർന്നതാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അപ്ഡേറ്റും കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പുറത്തു വന്നിട്ടില്ല. എങ്കിലും 36 കോടിക്ക് മുകളിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് വിത്ത് ലവ്. മദൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഭിഷാൻ ജീവന്ത്, അനശ്വര രാജൻ, ഹരീഷ് കുമാർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 9,40,000 രൂപയാണ്. തമിഴ്നാട് കളക്ഷനായി 2 ദിവസം കൊണ്ട് 2,95,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 2 ദിവസം കൊണ്ട് 4,13,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വിദേശ കളക്ഷൻ ഉൾപ്പെടെ 6,03,00,000 റേഞ്ചിൽ ഈ സിനിമ 2 ദിവസം കൊണ്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. 3ാം ദിവസം എന്ന ഞായറാഴ്ച തമിഴ്നാട്ടിൽ 2-2.5 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി മാത്രം 5-5.5 കോടി റേഞ്ചിൽ ഈ സിനിമ എത്തിച്ചേർന്നിട്ടുണ്ട്. 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 11 കോടിക്ക് മുകളിലുമാണ്. ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത ബോളിവുഡ് സിനിമയാണ് വധ് 2. ജസ്പാൽ സിംഗ് സന്ധു തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സഞ്ജയ് മിശ്ര, നീന ഗുപ്ത എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 1,80,00,000 രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. 3ാം ദിവസമായ ഞായറാഴ്ച ഈ സിനിമയുടെ ഇന്ത്യൻ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,10,00,000 റേഞ്ചിലാണ്. അങ്ങനെ 2,90,00,000 റേഞ്ചിലാണ് ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യയിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. ബോർഡർ 2 ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 16 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 89 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 361,20,00,000 രൂപയും വിദേശത്ത് നിന്ന് 53 കോടി രൂപയുമാണ്. അങ്ങനെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 414,20,00,000 രൂപയാണ് ബോർഡർ 2 നേടിയെടുത്തിരിക്കുന്നത്. 17ാം ദിവസം കൂടിയായ ഇന്ന് ഞായറാഴ്ചയോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 420 കോടിക്ക് മുകളിൽ എത്തിച്ചേരുന്നതുമാണ്. അങ്ങനെ ഒട്ടനവധി സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളാണ് ഈ വീഡിയോ വഴി പങ്കുവച്ചിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.